നീരാളിനെ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. വല്യുള്ളി ഇട്ടൊന്ന് വയറ്റി വന്നതിന് ശേഷം അതിലേക്ക് നേരെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിലെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ചെറുതാക്കി അതിനെ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി, കുരുമുളക് പൊടി, ഫിഷ് മസാല, ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച നീരാളിനെ എടുത്ത് അങ്ങോട്ട് ഇതിലേക്ക് തട്ടുക. അവസാനം ഇച്ചിരി ഫ്രഷ് തേങ്ങാക്കൊത്തുകൊണ്ട് ഇങ്ങനെ വെതറി കൊടുത്ത നീരാളി സെറ്റാണ്. ഇനി ബാക്കി വന്ന കഷ്ണമീനിലേക്ക് മുളകെണ്ണി മസാല, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാണ്. തിണ്ണക്കരയിലെ ജനവാസമില്ലാത്ത ഈ കാണുന്ന സെറ്റപ്പിലാണ് നമ്മൾ കുക്കിംഗ് നടത്തിയത്. ഓറ് ഭാഗം കൊടുത്തുകൊണ്ട് തന്നെ നിസ്കരിക്കാണ്ടായിരുന്നു. ഈ കാണുന്ന പത്തൗത്തിന്റെ വാപ്പേണി പള്ളി ഉണ്ടാക്കിയതാണ് ഇവരോട് പറഞ്ഞത്. തേങ്ങാച്ചോറ് ഈ കറി ഒരു രക്ഷയില്ലാട്ടോ മക്കളെ. സ്മെല്ല് തന്നെ മൂക്കിൽ അടിച്ചിട്ടുണ്ട്. ഓ എന്റെ മോനെ, പെടക്കണ മീന് കടലിന് പിടിച്ചു, അതേമാതിരി ചട്ടി കിട്ടു, മസാല കഴിച്ച് അടിച്ചു. ഈ ഗ്രേവി ഒരു രക്ഷയില്ല. നീരാളിനെ കുറിച്ച് ഞാൻ ആധികാരികമായി പറയണമെങ്കിൽ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എങ്ങനെ പറയണം എന്ന് അറിയില്ല. ചെറിയൊരു ടമ്പർ ഉണ്ട്, നമ്മളെ കൂന്തളുടെ ഒക്കെ മാതിരി റബ്ബറി, പക്ഷെ ഇതിൽ തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ, വേറെ ലെവല്. സ്വർഗം മാമാ സ്വർഗം, ഭൂമിയിലൊരു സ്വർഗം, അതിപ്പോ എവിടെയാണ് സത്യമായിട്ട് പറയട്ടാ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ.